അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് റാഫിഅ് എന്നത്. ഉയർത്തുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പരിശുദ്ധമായ ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 351. ഖാബിള്, ബാസിത്ത് എന്നീ രണ്ട് ഇസ്മുകളെ ഒപ്പം പറയൽ അതതിൻ്റെ ഒരു അദബാണ് എന്ന് പറഞ്ഞതുപോലെ ഖാഫിള് എന്ന ഇസ്മിനെയും റാഫിഅ് എന്ന ഇസ്മിനെയും ഒപ്പം പറയൽ അതൊരു അദബാണ്. റഫ്അ് ഒരു വസ്തുവിനെ അങ്ങേയറ്റത്തെ ഉയരത്തിലേക്ക് ഉയർത്തൽ, ഒരു വസ്തുവിനെ ഉന്നതിയിലേക്ക് ഉയർത്തൽ എന്ന അർത്ഥമുള്ള റഫ്അ് എന്നതിൽ നിന്നാണ് റാഫിഅ് എന്നത് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു ഉദ്ദേശിക്കുന്ന മർത്തബകളിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥത്തെക്കുറിച്ച് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തരുന്നത്. ചില ആളുകൾ ആത്മീയമായി ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും അത് ദഹിക്കാറില്ല. ആത്മീയമായ ഉയരങ്ങളിലേക്ക് എത്തിയ മനുഷ്യർ ചിലപ്പോൾ നമ്മളുടെ ദൃഷ്ടിയിൽ വലിയ ഇബാദത്തുകളോ മറ്റോ ഇല്ലാത്തവരായേക്കാം. പക്ഷെ അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഒന്നുമല്ലാത്ത ആളെയും എല്ലാമായ അവസ്ഥയിലേക്ക് ഉയർത്താൻ കഴിവുള്ള റാഫി ആയ റബ്ബാണെൻ്റെ അള്ളാഹു. ഈ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം. ആത്മീയമായ ഉന്നതി കൈവരിച്ചവരുടെ ഉയരം എത്ര എന്ന് നമ്മൾ ഒരിക്കലും അളക്കാൻ പാടില്ല. മുഹിയുദ്ദീൻ മാലയിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കൊടുത്ത പദവികളുടെ മഹത്വമൊക്കെ. അപ്പം അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് എത്ര വലിയ പദവിയും നൽകും. റാഫിഅ് എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നവൻ എന്നാണ് അർത്ഥം. രണ്ട് രൂപത്തിലുള്ള ഉയർത്തൽ ഉണ്ട്. ഭൗതികമായ ഉയർത്തൽ, ആത്മീയമായ ഉയർത്തൽ. ഭൗതികമായി ചിലപ്പോൾ ചില ആളുകളെ അള്ളാഹു വലിയ ഉയർച്ച കൊടുത്ത് ഉന്നതിയിലേക്കെത്തിക്കും. അവിടെയും പല ആളുകളും ചിന്തിക്കാറുള്ളതും പറയാറുള്ളതുമായ ഒരു കാര്യമാണ്, അവൻ എൻ്റെ അത്രയൊന്നും ഇബാദത്തില്ലാത്തവനല്ലേ, അവൻ ശരിക്ക് കറക്റ്റായിട്ട് നിസ്കരിക്കുക പോലുമില്ല, എന്നിട്ടും അവൻ അള്ളാഹു സമ്പത്ത് ഇങ്ങനെ വാരിക്ക് ഓരിക്കൊടുത്തു, അവൻ വലിയ ദർജയിലാണ്, ഞാൻ എപ്പോഴും പള്ളിയിൽ പോണവനാണ്, എപ്പോഴും ഖൈറായ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവനാണ്, എന്നിട്ടും ഞാനിപ്പോഴും 0 ലെവലിലാണുള്ളത് എന്ന നിലക്കുള്ള ചിന്തയും വാക്കുകളും ഈമാനിക കുറവ് കൊണ്ട് പലരിലും ഉണ്ടാകാറുണ്ട്. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. അതേപോലെ തന്നെ ആത്മീയമായ ഉയർച്ചകൾ. മറ്റുള്ള ആളുകൾ ആത്മീയമായി ഉയരുമ്പോൾ നാമും അതുപോലെ ഉയരാൻ ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവേ, അവനെ നീ ഉയർത്തിയതുപോലെ എന്നെയും
ആത്മീയമായി ഉയർത്തണേ എന്ന് റാഫി ആയ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് പകരം ഉയരങ്ങൾ ലഭിച്ചവർ തകരാൻ ആഗ്രഹിക്കുക എന്നത് ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത്. ഖാഫിദ് എന്ന ഇസ്മിൻ്റെ ചർച്ചയിൽ നാം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഒരു ഹദീസ് ശ്രദ്ധേയമാണ്. മൻ തവാലഅ റഫഅഹുല്ലാ. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉയർത്തൽ എന്ന അനുഗ്രഹം ലഭിക്കാൻ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു മാർഗമാണ് താഴ്മ കാണിക്കുക എന്നത്. മൻ തവാലഅ റഫഅഹുല്ലാ. ആരെങ്കിലും താഴ്മയുള്ളവനായാൽ തീർച്ചയായും അള്ളാഹു അവനെ അറ്റമില്ലാത്ത ഉയരങ്ങളിലേക്ക് ഉയർത്തും. ഔസുൽ ആലം റളിയല്ലാഹു അൻഹു തവാലു എന്ന കവാടത്തിലൂടെയാണ് ഉന്നതികൾ കൈവരിച്ചത് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉയരങ്ങൾ, ആത്മീയമായ നിലക്ക് ഉള്ള ഉയരങ്ങൾ ആരെല്ലാം നേടിയിട്ടുണ്ടോ അവരൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മുമ്പിലും താഴ്മയുള്ളവരായതുകൊണ്ട് അള്ളാഹുത്താല നൽകിയതാണ്. താഴ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ താഴ്മയുണ്ട് എന്ന ഒരു തോന്നലാണ് നമ്മിൽ ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. നാം താഴ്മയുള്ളവരാണ് എന്ന് നാം തന്നെ തീരുമാനിക്കാൻ പാടില്ല. താഴ്മയെ നമ്മൾ സ്വന്തത്തിന് കാണുമ്പോൾ അതൊരു അഹങ്കാരത്തിൻ്റെ ഇനമാണ് എന്ന ഗൗരവപ്പെട്ട കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തി ജീവിക്കുമ്പോൾ അവനിൽ പ്രകടമാകുന്ന ഒരു വിഷയമാണ് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിന് നന്ദി ചെയ്യുകയും എപ്പോഴും അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യുക എന്നത്. കാരണം ഞാൻ ഏതൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്താൻ, എന്നെ ഉയരങ്ങളിലേക്കെത്തിക്കാൻ എൻ്റെ റാഫി ആയ റബ്ബിനെ കഴിയൂ. അതുകൊണ്ട് ഞാൻ അവനിലേക്ക് അഭയം തേടുന്നു. അവൻ്റെ ആ അനുഗ്രഹത്തിൽ ഞാൻ പ്രതീക്ഷയുള്ളവനായി ജീവിക്കുന്നു. അവനെനിക്ക് ഇത്രയും ഉയർച്ച തന്നതിൽ ഞാൻ അവന് നന്ദി ചെയ്യുകയും അവനെ സ്തുതിക്കുകയും അവന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്ന ആ ഒരു ബോധത്തിലുള്ള ജീവിതമായിരിക്കും റാഫി എന്ന ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന ആളുകളിൽ പ്രകടമാവുക. അതേപോലെ തന്നെ എല്ലാ ഉയർച്ചകളും എല്ലാ താഴ്ത്തലുകളും അതൊക്കെ അള്ളാഹുവിനെ കൊണ്ടാണ് എന്ന ഒരു ബോധവും അവനിൽ ഉണ്ടാകും. അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ബോധവും. ഇപ്പം നാം മറ്റുള്ള ആളുകൾക്ക് ഉയർച്ചകൾ സമ്മാനിക്കുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഇച്ഛ കൊണ്ട്, ആഗ്രഹം കൊണ്ട് ഉയർത്തലാകരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം ഒരാൾക്ക് നാം ഉയർച്ച കൊടുക്കേണ്ടത്. ഒരാളെ നാം താഴ്ത്തുമ്പോൾ തീർച്ചയായും അതും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് ഈ നിലക്ക് ആയിരിക്കണം. ഇനി
ഈ ഇസ്മുമായിട്ട് തഖല്ലുഖ് സ്വഭാവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരടിമക്ക് ഈ ഇസ്മിൽ നിന്ന് കിട്ടാനുള്ള ഹല്ല്, ആ ഒരു വിഹിതം മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഉയർത്താൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നാം ഉയർത്തണം. ഉന്നതിയിലേക്കെത്തിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഉന്നതിയിലേക്കെത്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഖൽബ് അത് മൃഗങ്ങളെപ്പോലെ അധപ്പതിച്ച അവസ്ഥയിൽ ആകരുത്. ഒരു മനുഷ്യൻ്റെ മനസ്സിനനുസരിച്ചാണല്ലോ അവൻ ഉയരുന്നതും താഴുന്നതും. മനസ്സ് മലിനമായാൽ അവൻ നാൽക്കാലി മൃഗങ്ങളെക്കാൾ മോശമായി പോകുന്നു. മനസ്സ് സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട മനസ്സാണെങ്കിൽ മലായിക്കത്തിനേക്കാൾ ഉയരങ്ങളിലേക്ക് അവൻ എത്തുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഖൽബിനെ അതിൻ്റേതായ പരിശുദ്ധത നൽകി അതിനെ ഉയർത്തേണ്ടതുണ്ട്. സത്യത്തെ നാം ഉയർത്തണം. എപ്പോഴും സത്യത്തെ അടിച്ചമർത്താനാണ് പല ആളുകളും ശ്രദ്ധിക്കാറുള്ളതും ശ്രമിക്കാറുള്ളതും. എന്നാൽ സത്യത്തെ ഉയർത്തുന്നവരാകണം നമ്മൾ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലിമത്തിനെ ഉയർത്തണം. അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കണം. അതുപോലെ തന്നെ അള്ളാഹു ഉയർത്തിയ വസ്തുക്കളെ നാം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഉയർത്തുക. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു വലിയ ഉന്നതിയിലേക്ക് ഉയരങ്ങളിലേക്ക് ഉയർത്തിയ വ്യക്തിത്വമാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളെ മാത്രമല്ല നാം ഉയർത്തിയത്, നിങ്ങളുടെ ദിക്റിനെ തന്നെ നാം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്മരണ, നിങ്ങളെ പറയൽ, നിങ്ങളെ മദ്ഹ് ചെയ്യൽ, അതിന് തന്നെ വലിയ മഹത്വം നാം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പല അർത്ഥങ്ങൾ ഈ പരിശുദ്ധമായ ആയത്തിന് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു ഉയർത്തിയതാണ്. അള്ളാഹു ആകുന്ന സൃഷ്ടാവ് ഉയർത്തിയതാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്മരണകൾ. ഞാനും ആ സ്മരണയെ ഉയർത്തേണ്ടതുണ്ട് എന്ന ബോധത്തോടെ, ആ ഒരു തിരിച്ചറിവോടെ നബി തങ്ങളുടെ ദിക്റിനെ ഉയർത്തുക. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നാം റാഫിഅ് എന്ന ഇസ്മ കൊണ്ട് സ്വഭാവം സിദ്ധിച്ചവരാവുക. ഈ ഇസ്മിനെ ധാരാളമായി നാം ചൊല്ലുമ്പോൾ തീർച്ചയായും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറപ്പെടും. നമുക്ക് ഹൈറായ ഉയർച്ചകൾ അല്ലാഹു തആല തരും. അതുപോലെ തന്നെ അക്രമികളായ ആളുകളിൽ നിന്ന് നമ്മെ നശിപ്പിക്കാൻ വരുന്ന പിശാചുക്കൾ, അത് മനുഷ്യരിലെ പിശാചുക്കളാകാം, ജിന്നുവർഗത്തിലെ പിശാചുക്കളാകാം, അവരിൽ നിന്നൊക്കെ നിർഭയത്വവും സുരക്ഷയും കാവലും ഈ ഇസ്മിനെ അധികരിപ്പിക്കുന്നവർക്ക് കിട്ടുമെന്ന് മഹത്തുക്കളായ ആളുകൾ പറയുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.